സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഭക്തി മാർഗമേതായിക്കോട്ടെ, അത് മനുഷ്യ മനസ്സിനെ ശുദ്ധീകരിക്കുന്നു എന്നതിൽ തർക്കമില്ല എന്ന് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയുടെ ദിനമാണ്. കേരളീയരായ മറ്റു സംസ്ഥാനങ്ങളിലുള്ള ഭക്തകോടികൾ ഭക്ത്യാദരപൂർവം ഇന്ന് ആറ്റുകാലമ്മയ്ക്ക് ഇഷ്ട വഴിപാടായ പൊങ്കാല സമർപ്പണം നടത്തുന്ന പുണ്യദിനം. നാടാകെ ഈ ആഘോഷവുമായി, ഈ ഭക്തി സമർപ്പണവുമായി ഏക മനസ്സിൽ ഒന്നിക്കുന്നു. പൊങ്കാലയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കും എനിക്കും അറിയാം. അതായത് തമിഴ്നാടിൻ്റെ ആ ഭക്തി മാർഗവുമായി ബന്ധപ്പെട്ടൊരു രീതിയാണ് ഈ പൊങ്കാല എന്ന് തോന്നുന്നു. കാരണം മലബാറിലും ഉത്തര കേരളത്തിലുമൊക്കെ മധ്യ കേരളത്തിന് അങ്ങോട്ട് മിക്ക ക്ഷേത്രങ്ങളിൽ ഈ പൊങ്കാല എന്ന വഴിപാടുണ്ടോ എന്ന് എനിക്കറിയില്ല. കൂടുതലും തെക്കോട്ടാണ്. തമിഴ്നാട്ടിലും തിരുവനന്തപുരം, കൊല്ലം ഈ തെക്കോട്ടാണ് പൊങ്കാല എന്ന ഒരു വഴിപാടിന് പ്രാമുഖ്യം കൂടുതൽ. ഇപ്പോൾ ഇവിടത്തെ തെക്കുള്ള പുഷ്പാഭിഷേകം എന്നൊരു ഭക്തി സമർപ്പണ ആ രീതിയുടെ മലബാറിലെ പേര് പൂമൂടൽ എന്നാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഈ പുഷ്പാഭിഷേകവും, തെക്ക് പറയുന്ന പുഷ്പാഭിഷേകവും വടക്കുപയോഗിക്കുന്ന പൂമൂടലും ഏതാണ്ട് ഒന്ന് തന്നെയാണ്. അപ്പോൾ പ്രാദേശികമായ ചില വ്യത്യാസങ്ങളുണ്ടെന്നും മാത്രം. ആറ്റുകാലമ്മയുടെ പൊങ്കാല വഴിപാട് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധം ശക്കുളത്ത് കാവിലെ പൊങ്കാല വഴിപാടാണ്. ഭക്തർക്കറിയുന്ന വിഷയമാണ്. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ.